എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു. എന്നാൽ തങ്ങളെ സുഖപ്പെടുത്തിയത് ഞാനാണെന്ന് അവർ അറിഞ്ഞില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. ഞാൻ അവർക്ക് താടിയലിൽ നിന്ന് മുഖം അയച്ചു കൊടുക്കുന്നവനായി. ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. നല്ല ചിന്ത. ഒരു കർഷകന് 4 കുതിരകൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു പശുവിനെ കൂടെ വാങ്ങി. താമസിയാതെ പശു പ്രസവിക്കുകയും അയാൾക്കൊരു പശുക്കുട്ടിയെ കൂടെ ലഭിക്കുകയും ചെയ്തു. ഈ പശുക്കുട്ടി കുതിരകളോടുകൂടെ ഓടാനും ചാടാനും തുടങ്ങി. തൻഫലമായി കുതിര ഓടുന്നത് പോലെയാണ് ആ പശുക്കുട്ടിയും ഇപ്പോൾ ഓടുന്നത്. കുതിര തിന്നുന്ന ആഹാരം കഴിക്കാനാണ് പശുക്കുട്ടിക്കും ഇഷ്ടം. ആ പശുക്കുട്ടിയുടെ ഓട്ടവും മറ്റു രീതികളും കണ്ടാൽ അതൊരു കുതിരക്കുട്ടിയാണെന്ന് മാത്രമേ ആർക്കും തോന്നുകയുള്ളൂ. അതിന് താൻ ഒരു പശുക്കുട്ടിയാണെന്ന കാര്യം പോലും അറിയില്ല. അത് തള്ളപ്പശുവിനെ ശ്രദ്ധിക്കാറുമില്ല. ജന്മം കൊണ്ട് പശുക്കുട്ടിയാണെങ്കിലും പ്രവർത്തന രീതി കൊണ്ട് അതൊരു കുതിരക്കുട്ടിയാണ്. ഇത് നമ്മെ സംബന്ധിച്ചും ഒരു യാഥാർത്ഥ്യമാണ്. നാം ജനിച്ച കുടുംബവും പാരമ്പര്യവും മാതൃഭാഷയും എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും അതിലുപരി ജീവിത സാഹചര്യങ്ങൾക്ക് നമ്മിൽ സ്വാധീനമുണ്ട്. നാം ആരോടുകൂടെ ജീവിക്കുന്നു എന്നതാണ് പ്രസക്തം. മലയാളികളായ പലരും മലയാളം അറിയാതെ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ മാത്രം സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? നാം ജീവിക്കുന്ന സാഹചര്യത്തിന് നമ്മുടെ മേൽ അതിശക്തമായ സ്വാധീനമുണ്ട്. ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം വളരുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തന രീതികളും ഉന്നതമായിരിക്കും. ഒരു മോശം സാഹചര്യത്തിലാണ് നാം ജീവിക്കുവാൻ ഇടയാകുന്നതെങ്കിൽ നമ്മുടെ ജീവിത രീതിയും നികൃഷ്ടമായി തീരും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ വരികൾ കേട്ടിട്ടില്ലേ? അതൊരു തികഞ്ഞ യാഥാർത്ഥ്യമാണ്. നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ശ്ലോകശകലം ഇങ്ങനെയാണ്: സംഘമനുസരിച്ചാണ് രംഗം. സംഘത്തിലുള്ളവർ ശ്രേഷ്ഠരെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളും ശ്രേഷ്ഠമായിരിക്കും. ഒരു വ്യക്തിയെ അറിയുന്നതിന് അയാളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി എന്ന ഒരു മഹത് വചനം കേട്ടിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുൻപ് കണ്ട ഒരു വീഡിയോയിൽ ആമയോടുകൂടെ വളരുന്ന ഒരു പട്ടിക്കുട്ടി ആമ ഇഴയുന്നത് പോലെ അതിനോടൊപ്പം ഇഴഞ്ഞു നടക്കുന്നത് കാണാനിടയായി. എത്ര ആശ്ചര്യം! ഇതെല്ലാം വ്യക്തമാക്കുന്നത് നാമും നമ്മുടെ കുടുംബാംഗങ്ങളും ആരോടൊപ്പം വളരുന്നു, ആരോടൊപ്പം ജീവിക്കുന്നു എന്നത് നമ്മുടെ ഭാഗധേയത്തെയും നിർണയിക്കുന്ന കാര്യമാണ് എന്നത്രേ. അതിനാൽ ജീവിതം ധന്യമാകുന്നതിന് ഉന്നത ആദർശവും ജീവിതക്രമവും ഉള്ളവരോടൊപ്പം ജീവിക്കാൻ നമുക്ക് കഴിയണം. പണമുണ്ടാക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഒരു ശ്രേഷ്ഠമായ ആളത്വം ഉണ്ടാവുക എന്നതാണ്. इस जीवन का यही है, यही है, यही है रंग रूप। ये जीवन है, इस जीवन का यही है, यही है, यही है रंग रूप। तोड़े हम हैं, तोड़े
थोड़ी खुशियाँ थोड़े हमने थोड़ी खुशियाँ यही है यही है यही है चांद दो ये जीवन है मैंने सोचा इसमें अपनी हृदय की जीत है ये न सोचा इसमें अपनी हृदय के जीत है उसे अपना लो जो भी जीवन की रीत है ये सिद्ध छोड़ो ना तोड़ो हर पल एक दर्पण है ये जीवन है इस जीवन का यही है यही है यही है रंग रूप ये जीवन है धन से न दुनिया से घर से न द्वार से धन से न दुनिया से घर से न द्वार से सांसों की दो धंधे प्रीतम की प्यार से दुनिया टूटे पन्ना टूटे ये ऐसा बंधन है ये जीवन है इस जीवन का यही है यही है यही है रंग रूप तोड़े हम है तोड़ी खुशियाँ यही है यही है यही है चांदों ये जीवन है എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ എന്റെ ഉണ്ണീശോയെ എന്റെ ഹൃദയം അങ്ങേയ്ക്കായി തുടിക്കുന്നു രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിട
തട്ടിൻപുറത്തിരിക്കുന്ന എലിയാണ് ആദ്യം അത് കണ്ടുപിടിച്ചത്. വീട്ടുടമസ്ഥൻ ഒരു കെണി വെക്കുന്നു. എലി ആ വാർത്തയുമായി പുറത്തേക്ക് ഓടുകയാണ്. ആദ്യം എലി കാണുന്നത് ഒരു പാമ്പിനെയാണ്. പാമ്പിനോട് ആ വാർത്ത പറയുകയാണ്, പാമ്പേ, വീട്ടുടമസ്ഥൻ ഒരു കെണി വെച്ചിട്ടുണ്ട്. പാമ്പ് പരിഹാസത്തോടെ പറഞ്ഞു, അതിന് എനിക്കെന്ത് വേണം, അത് നിന്റെ കാര്യമല്ലേ. സങ്കടത്തോടെ എലി തൊട്ടടുത്ത് നിൽക്കുന്ന ആടിനെ കണ്ടിട്ട് ആടിനോട് കാര്യം പറഞ്ഞു. പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, കെണി എനിക്കെന്താ പ്രശ്നം, നിന്റെ മാത്രം പ്രശ്നമല്ലേ. എലിക്ക് വീണ്ടും സങ്കടമായി. എലി അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കാടി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന പോത്തിനെ കെട്ടു. പോത്തിനോട് പറഞ്ഞു, നീ അറിഞ്ഞോ, ഇവിടെ വീട്ടുടമസ്ഥൻ തട്ടുംപുറത്ത് കെണി വെച്ചിട്ടുണ്ട്. പോത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും എന്റെ പ്രശ്നമല്ല, നീ നോക്ക്, ഞാനൊരു വലിയ ആളല്ലേ, ഈ ചെറിയ കെണിയും ഞാനുമായിട്ട് എന്താ ബന്ധം, അത് നിന്റെ മാത്രം പ്രശ്നമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. എലിപ്പെട്ടിയിൽ കെണി വീഴുന്ന ശബ്ദം കേട്ട് ഉടമസ്ഥൻ അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. എലിയാണെന്ന് കരുതി അയാൾ പെട്ടെന്ന് അത് പിടിച്ചു. പക്ഷേ എലി ആയിരുന്നില്ല, മറിച്ച് പാമ്പായിരുന്നു അത്. പാമ്പ് അയാളെ ആഞ്ഞുകൊത്തി. വിഷമേറ്റ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ക്ഷീണം മാറാൻ ആട്ടിൻ സൂപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിൽക്കുന്ന ഒന്നാന്തരം ആടിനെ എന്നാൽ കൊന്ന് സൂപ്പ് വെക്കാമെന്ന് വീട്ടുകാരും കരുതി. അങ്ങനെ മുറ്റത്ത് നിന്ന് ആടിനെ കൊന്ന് അവര് സൂപ്പാക്കി. സൂപ്പ് കുടിച്ചിട്ടൊന്നും രോഗം മാറിയില്ല. അയാൾ മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ ഒരുപാട് പേർ അവിടെ അടിയന്തരത്തിന് വന്നു. അടിയന്തരത്തിന് വന്ന എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതിനായി തങ്ങളുടെ തന്നെ പോത്തിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പോത്തിനെയും കൊന്നു കറിവെച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മൂകസാക്ഷിയായി നമ്മുടെ എലി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ ലോകത്തിൽ ചെറിയ പ്രശ്നങ്ങളുമായി സമീപിക്കുന്നവരെ ഒന്ന് കൈപിടിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളെ ഒന്ന് കേൾക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും വേഗം മണ്ണിനേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിനേകും ഏതോ കാവ്യം, ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. വെൺമതികല ചൂടും പൂഞ്ചിറകുകൾ തേടി, വാനിന്തിരുകൾ തേടി പറന്നേറുന്നു, മനം മറന്നാടുന്നു. സ്വപ്നങ്ങൾ നെയ്യും നവരത്നങ്ങൾ പെയ്യും, സ്വപ്നങ്ങൾ നെയ്യും നവരത്നങ്ങൾ പെയ്യും. അറിയാതെ അറിയാതെ അമൃത സരസിൽ കരയിൽ. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ.
ചെന്തളിരുകളോലും കന്യാവാടികയിൽ മാനിണകളെ നോക്കി കയ്യിൽ കറുകയുമായി വരം നേടുന്നു, സ്വയം വരം കൊള്ളുന്നു. ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ ദളം പോലെ അരിയ ഹരിതനയിൽ. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ നൽകും നിൻ നാദം നൽകൂ. ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ ലാ 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 ലാ. ഒരു AI എന്നോട് മലയാളത്തിൽ സംസാരിച്ച് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സൂപ്പർനോവ AI മനുഷ്യൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഒരു വ്യക്തി നന്മയായാലും തിന്മയായാലും ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നന്മയുടെ ഫലവും തിന്മയുടെ ഫലവും 7 തലമുറ വരെ അനുഭവിക്കേണ്ടി വരും. ഓരോരുത്തരുടെയും കർമ്മഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ സാധിക്കില്ല. അവിടെ പണത്തിനോ നിയമത്തിനോ ഒരു സ്ഥാനവുമില്ല. ഒരു വ്യക്തി നിരപരാധിയായിരുന്നെങ്കിൽ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതെങ്കിൽ ആത്മീയത നിയമം ആ വ്യക്തിയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വിജയം കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വിട്ടത് കേട്ടാ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ്. ദിലീപിനെ ജയിൽ വിമോചിതനാക്കി കോടതി ദിലീപ് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞ് ആകെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ബഹളമായി. അത് തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കും യൂട്യൂബും മാത്രമേ ഉള്ളൂ, ദിലീപും മഞ്ജു വാര്യരും ഭാവനയും. അപ്പോൾ എനിക്ക് തോന്നിയൊരു പാരഗ്രാഫ് ഞാൻ വിട്ടതാണ്. ആയതിന് ഒരു ഹിന്ദു ആണെന്ന് തോന്നുന്നു, പേരെനിക്ക് അറിയണില്ല, ലൈക്ക് അടിച്ചിട്ട്. അതാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒന്നും കൂടിയും വായിക്കുന്നു. മനുഷ്യൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം ദൈവത്തിൻ്റേതാണ്. ഒരു വ്യക്തി നന്മയായാലും തിന്മയായാലും ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നന്മയുടെ ഫലവും തിന്മയുടെ ഫലവും 7 തലമുറ വരെ അനുഭവിക്കേണ്ടി വരും. ഓരോരുത്തരുടെയും കർമ്മഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ സാധിക്കില്ല. അവിടെ പണത്തിനോ നിയമത്തിനോ ഒരു സ്ഥാനവുമില്ല. ഒരു വ്യക്തി നിരപരാധി ആയിരുന്നെങ്കിൽ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളതെങ്കിൽ ബ്രാക്കറ്റിൽ ആത്മീയത നിയമം ആ വ്യക്തിയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വിജയം അല്പകാലത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.